ഹലോ നമസ്കാരം, മനക്കോട്ടയിൽ നിന്ന് അർപ്പിതറിയുന്നതാണ്. ആഫ്റ്റർ എഫക്ട്സിലെ 4 കിഡിലൻ പ്ലഗിൻസ് ആണ് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ. താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇപ്പം തന്നെ കണ്ണുടച്ച് ഡൗൺലോഡ് ചെയ്തോളാം. ഈ വീഡിയോ കാണുമ്പോൾ ഇതൊക്കെ മനസ്സിലാവും. ഗംഭീര പ്ലഗിൻസ് ആണ് നിങ്ങളുടെ വർക്കൊക്കെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ പ്രൊഫഷണലാക്കേണ്ടത് നമ്മുടെ വർക്കൊക്കെ. നമ്മൾ കുറേ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഗംഭീര സാധനങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്തായാലും ഓരോ പ്ലഗിൻസ് നമുക്കിങ്ങനെ പരിചയപ്പെട്ട് പോകാം. അടുത്ത് വരുന്ന വീഡിയോസിലൊക്കെ നമുക്ക് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ അതൊക്കെ കിടിലൻ പ്ലഗിനാണ്, ഒരുപാട് അതിനെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് നോക്കി വയ്ക്കട്ടല്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യില്ലേ നമുക്ക്. യെസ്, അപ്പോൾ ആദ്യം തന്നെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള, ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് വട്ടം കാണിച്ചിട്ടുണ്ട്, ഈ യൂസ് പാക്ക് മാനേജർ. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടർ പാക്ക് എന്ന് വെച്ചാൽ സ്റ്റാർട്ടർ പാക്ക്, അതായത് ഫ്രീ പാക്ക് ഇതിനകത്തുണ്ട്. അപ്പോൾ ആ ഫ്രീ പാക്ക് തന്നെ ഇപ്പോൾ ഇവിടെ വിൻഡോയിൽ വന്നു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളാണ്, കുറച്ചുള്ളൂ എന്ന് വിചാരിക്കേണ്ട. ഇപ്പോൾ മെയിനായിട്ട് എനിക്കൊക്കെ ഏറ്റവും ഇഷ്ടമായിട്ട് സംഭവമാണ് മസിൽ ഫ്ലാഷസ്. അറിയാമല്ലോ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ എന്താ പറയുക, വെട്ടി പുക ജഗ പുക എന്നുള്ള സംഭവങ്ങളില്ലേ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. ഇതിൽ കുറേ പൂത്തിരി കത്തിക്കലൊക്കെ ഉണ്ട്. പക്ഷേ മെയിനായിട്ട് നമുക്ക് ആവശ്യം ഇതായിരിക്കും. നമുക്ക് ഈ ഒരു സംഭവം ഉണ്ടല്ല, അങ്ങനെ മെഷീനിൻ്റെയും പിസ്റ്റളിൻ്റെ ഒക്കെ അങ്ങനത്തെ സംഭവങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇത്രയും ക്വാളിറ്റിയുള്ള സാധനങ്ങൾക്ക് കിട്ടില്ല, ഉറപ്പായിട്ടും കിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ഇത് അങ്ങനെ അതുണ്ട്. പിന്നെ സ്റ്റാർട്ടർ പാക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞതാ, ഇതിൽ തന്നെ കുറേ ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് മോഷൻ ഗ്രാഫിക്സിൻ്റെ സാധനങ്ങളൊക്കെ കണ്ട, അതൊക്കെ ഫ്രീ ആണ് കേട്ടോ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാം. ഇങ്ങനത്തെ ചെറിയ ചെറിയ എന്തൊക്കെ പറയുക, അതൊക്കെ ഇതിനൊക്കെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുള്ളത് എനിക്കറിയില്ല. ഇപ്പോൾ ഈ ഒരു സംഭവം ഇത് ഓർമ്മയുണ്ടോ? നമ്മളിപ്പോൾ എന്താ പറയുക, അയൺമാൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കാണൂലേ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ, അതൊക്കെ ഇത് വെച്ച് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ നമ്മൾ മാനുവലി ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരുപാട് നേരം പിടിക്കും. അപ്പോൾ ഇതൊക്കെ വെറുതെ വലിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. ഇത് ഞാൻ ജസ്റ്റ് കാണിക്കണമുള്ളൂ, നമ്മുടെ ഫ്രീ പാക്കുകളൊക്കെ ഇങ്ങനെ കാണിക്കണമുള്ളൂ കേട്ടോ. കണ്ട, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് തുടക്കം തന്നെ കാണിച്ച്. ഫ്രീ പാക്കിൽ ഏറ്റവും ബെസ്റ്റ്, എൻ്റെ പേഴ്സണൽ ഫേവററ്റ് ഈ ഒരു യൂസ് തന്നെയാണ്. അപ്പോൾ അതിന് VFX പാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടും ഇതൊക്കെ ഇപ്പം അതിനകത്ത് കുറച്ചേ ഉള്ളൂ. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ സാധനങ്ങൾ കാണാൻ പറ്റുള്ളൂ. പക്ഷേ പർച്ചേസ് ചെയ്യാണ്ട് തന്നെ ഒരു കുറേ സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഞാൻ ഓരോന്നിടത്ത് കാണിക്കുന്നില്ല, ലെൻസ് ഫ്ലയർ അത് ഇതൊക്കെ ആയിട്ട് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നോക്കുക. ഇനി അഥവാ പർച്ചേസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഇതിനെക്കാളും കൂടുതൽ സാധനങ്ങൾ കിട്ടും. ഞാൻ ഇതിന് മുമ്പ് ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, അത് ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. ഇപ്പോൾ ഓഫർ നടക്കുന്നുണ്ട്, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. വോൾ ബണ്ടിൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇനി രണ്ടാമത്തെ ഫ്രീ പ്ലഗിൻ ഏതാണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഗാലക്സി ഒക്കെ കാണിക്കൂലേ, ഇപ്പോൾ ഗാലക്സിയിൽ നമ്മുടെ എർത്ത്, പിന്നെ അതേപോലെ മറ്റ് ഗ്രഹങ്ങൾ, ഇങ്ങനത്തെ ഗ്രഹങ്ങളൊക്കെ നമുക്ക് നല്ല റിയലിസ്റ്റിക് ആയിട്ട്. ഇപ്പോൾ എന്താ പറയുക, ഞാനൊരു ഇടയ്ക്ക് ഈ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു സാധനം വീഡിയോ കോ പൈലറ്റിൻ്റെ ഒരു ഫ്രീ പ്ലഗിനാണ്. ഇത്രയും ഹെവി ആയിട്ടൊരു സാധനം ഫ്രീ ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗംഭീര പരിപാടി തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ ട്യൂട്ടോറിയലായിട്ട് കാണിക്കുന്നില്ല, ജസ്റ്റ് ഞാൻ ആ ഒരു പ്ലഗിൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതിൻ്റെ ട്യൂട്ടോറിയൽ ഒട്ടനെ എന്തായാലും വരും. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ VC ORB അങ്ങനെയല്ല വായിക്കുക, അങ്ങനത്തെ തോന്നുന്നു. അപ്പോൾ അതാണ് ആ ഒരു എഫക്റ്റ്. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, ഒരു സോൾഡ് ഇട്ടിട്ട്, ഞാനിപ്പം ഇത് കാണിക്കുന്നില്ല കേട്ടോ, എങ്ങനെ ചെയ്യാന്നുള്ളത് അത് വലിയ പ്രോസസ്സാണ്. അതെന്തായാലും ഞാൻ വേറൊരു ട്യൂട്ടോറിയൽ കാണിക്കും, ഉറപ്പായിട്ടും കാണിക്കും കേട്ടോ. ഇതെടുത്തിട്ട് ഇതിലേക്ക് ഇട്ടു. അപ്പോൾ നോർമൽ നമുക്കൊരു സ്പിയറായിട്ട് കാണാം. ഈ സ്പിയറിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, അത് ഓൾറെഡി 3D ആണ്. ക്യാമറയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്യാമറ ടൂൾ ഉപയോഗിച്ച് അങ്ങോട്ട് കൂടി തിരിച്ചൊക്കെ നോക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്പിയറിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. അതിനകത്ത് മാപ്പൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഭൂമി വേണോ, ചൊവ്വ വേണോ, അല്ലെങ്കിൽ ചന്ദ്രൻ വേണോ, എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ സാധനം മാപ്പൊക്കെ കൊടുത്ത് നല്ല കിടിലൻ ഗാലക്സിയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതെന്തായാലും ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം, കാരണം ഇതും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തായി പോകും. ഇന്ന് പരിചയപ്പെടുത്തൽ മാത്രമാണ് ഫ്രീ പ്ലഗിൻ രണ്ടാമത്തെ ഓർബ് എന്ന് പറഞ്ഞ ഈ പ്ലഗിൻ. ഒന്ന് ഓർത്ത് വെച്ചോളാം. മൂന്നാമത്തെ ഫ്രീ പ്ലഗിൻ ഏതെന്ന് വെച്ചാൽ തിക്ക് സ്ട്രോക്ക് എന്നുള്ളൊരു പ്ലഗിനാണ് കേട്ടോ. ഇതെന്താ വെച്ചാൽ ടൈറ്റിൽ ആനിമേഷനൊക്കെ ഗംഭീര സാധനമാണ്. അപ്പോൾ മെയിനായിട്ട് എന്താ വെച്ചാൽ, നമ്മൾ സാധാരണ സ്ട്രോക്ക് കൊടുക്കാറുണ്ട്. ഈ സ്ട്രോക്ക് ആഫ്രിഡ്സ് കൊടുക്കുമ്പോൾ എഡ്ജ് നമുക്ക് തിക്നെസ് കുറച്ചും ഇപ്പുറത്തെ തിക്നെസ് കൂട്ടി അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. പെട്ടെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഞാനിവിടെ പെൻ ടൂൾ വെച്ചിട്ട് വെറുതെ ഒരു മാസ്ക് പാത്ത് ഇങ്ങനെ വരച്ചു. അതിൽ ഞാൻ ഇവിടെ തിക്ക് സ്ട്രോക്ക്, ഇതാണ് സ്പെല്ലിങ് കേട്ടോ. ഈ തിക്ക് സ്ട്രോക്ക് എടുത്തിട്ട് ഇതിലേക്ക് വിട്ട് കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ ആയിരിക്കും ഈ ഒരു ഇതുണ്ടാവുക. അതായത് ഇതിൻ്റെ എഡ്ജസിൻ്റെ വാലിങ്ങനെ കുറഞ്ഞ പോലെ ഉള്ളൊരു രീതിയിലായിരിക്കും വന്നിട്ടുണ്ടാവുക. ഇതിനുള്ളൊരു ഗുണം എന്താ വെച്ചാൽ, നമുക്ക് മൾട്ടി കളേഴ്സ് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ അതിൻ്റെ സെറ്റിങ്സിൽ വന്ന് ആഡ് ചെയ്യാൻ പറ്റും. അതിൽ പിന്നെ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് അതിന് രസകരമായിട്ടുള്ള ആനിമേഷൻസ് ചെയ്യാൻ പറ്റും.
ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതൊക്കെ പോലെ നല്ല ഭംഗിയുള്ള ആനിമേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റും. അതെന്തായാലും അതിൻ്റെ ട്യൂട്ടോറിയൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതെന്തായാലും ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചോളൂ കേട്ടോ. താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് കയറി ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങളുടെ സി ഡ്രൈവിൻ്റെ ഉള്ളിൽ പ്രോഗ്രാം ഫയൽസിൽ അഡോബിൻ്റെ ഉള്ളിലുണ്ടാവും പ്ലഗിൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്ന ഫയൽ പേസ്റ്റ് ചെയ്ത് വെക്കുക. എന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ട തിക് സ്റ്റോക്ക് എന്ന് ഇവിടെ വന്നിട്ടുണ്ടാവും കേട്ടോ. ഇൻസ്റ്റാളേഷൻ ഇതിൻ്റെ ബാക്കിൽ ഞാൻ പറയാനെന്താ വെച്ചാൽ ബാക്കിൽ നേരെ നെക്സ്റ്റ് അടിച്ച് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഇപ്പം ഇതിന് മുമ്പ് കാണിച്ചുള്ള ഓർബൊക്കെ വെറുതെ നെക്സ്റ്റ് അടിച്ച് ഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ ഇൻസ്റ്റാൾ ആവും. ഇത് മാത്രം അവിടെ കൊണ്ട് കോപ്പി പേസ്റ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ മൂന്നാമത്തെ പ്ലഗിൻ. ഓക്കെ, ഇനി നാലാമത്തെ പറയാം അല്ലേ. യെസ്, നാലാമത്തെ ഫ്രീ പ്ലഗിൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. മെയിനായിട്ട് KGF-ൻ്റെ ടൈറ്റിലൊക്കെ ചെയ്തപ്പോൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഫയർ എഫക്റ്റ് ടെക്സ്റ്റിൻ്റെ മുകളിൽ കൂടെ ഒക്കെ പോകണ പോലെ. അതേ നമ്മുടെ പ്ലഗിൻ്റെ പേരാണ് സേബർ. കിടിലൻ പ്ലഗിനാണ്. പലരും സേബറിൻ്റെ ട്യൂട്ടോറിയലൊക്കെ ചെയ്യുമെന്ന് എന്നോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അതും ഉടനെ വരും കേട്ടോ. സേബർ വെച്ചിട്ട് ഗംഭീര ടൈറ്റ് ആനിമേഷൻസ് മാത്രമല്ല, പല ഇംഗ്ലീഷ് പടത്തിലൊക്കെ കാണുന്ന എഫക്റ്റുകളൊക്കെ ഈ ഒരു സേബർ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ആ സേബർ ഒന്ന് ഓടിച്ച് കാണിക്കാം. ഒന്നുമില്ല, ന്യൂവിലൊരു സോൾഡ് എടുക്കണം. പലർക്കും പല ഡൗട്ട് ഉണ്ട്, ടെക്സ്റ്റിലേക്ക് വരുന്നില്ല. ഇതിന് മുമ്പ് ഞാൻ ട്യൂട്ടോറിയലൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ടെക്സ്റ്റിലേക്ക് ഇങ്ങനെ എളുപ്പമാണ്. എന്തായാലും ഞാൻ വേറെ ട്യൂട്ടോറിയൽ കാണിക്കും. ഇപ്പോൾ ഞാൻ ഒരു മാസ്ക് വരച്ചിട്ടുണ്ട്, അതിൽ സേബർ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. സേബറൊക്കെ ജസ്റ്റ് ഇൻസ്റ്റാൾ ആണ് കേട്ടോ. നമ്മൾ വെറുതെ ഇൻസ്റ്റാൾ ചെയ്താൽ തന്നെ സാധനം കയറിക്കോളും. ഒന്നും കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഫ്രീ ആണ്. ഇപ്പോൾ ഈ ഒരു സോളിഡിലേക്ക് ഞാനൊരു സേബർ വലിച്ചിട്ടപ്പോൾ ഇതിങ്ങനെ വന്നിട്ടില്ല, വേറെ വന്നിട്ടുള്ളത്. ഇതിപ്പോൾ എവിടെ വന്നിട്ടില്ല, ആ മാസ്കിൽ വന്നിട്ടില്ല. അപ്പോൾ ആ മാസ്കിൽ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ കസ്റ്റമൈസ് സ്കോറിൽ വന്നു കഴിഞ്ഞാൽ സേബർ എന്ത് ചെയ്യുക, ലെയർ മാസ്ക് ആക്കുക. അപ്പോൾ ആ ഒരു മാസ്കിലേക്കായിരിക്കും വന്നിട്ടുണ്ടാവുക. കണ്ടില്ലേ, ആ മാസ്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. കോറ് കണ്ടില്ലേ, ഓക്കെ. ഇതൊക്കെ ഫയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ഫയറൊക്കെ വെച്ചിട്ടായിരുന്നു അന്ന് നമ്മൾ KGF-ൻ്റെ സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്യൂട്ടോറിയൽ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ഇതിനകത്ത് തന്നെ എൻഡ് ഓഫ്സെറ്റ് എന്നൊക്കെ പറഞ്ഞത് ഇതിനൊക്കെ കീ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, അതിങ്ങനെ തീ ഉണ്ടായി വരുന്ന പോലെയൊക്കെ ചെയ്യാൻ പറ്റും. സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു പ്ലഗിൻ ഫ്രീ ആണ്, ഒരു ഗംഭീര പ്ലഗിനാണ്. നോക്കി നോക്കുക കേട്ടോ. യെസ്, അങ്ങനെ 4 ഫ്രീ പ്ലഗിൻസാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ എല്ലാത്തിനും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഡൗൺലോഡ് ചെയ്ത് നോക്കി നോക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോസ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഒരു മനക്കോട്ട കേട്ടാം. ക്യാമറാമാൻ നിഷാദ് മോഹൻ, ഞാൻ അർപ്പിത രവിന്ദ്. താങ്ക് യു.